യേശുദേവൻ്റെ ജെറുസലേം പ്രവേശനത്തിൽ ജനങ്ങൾ ഓശാന പാടി സ്വീകരിച്ചതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് പറവൂർ സെൻറ് തോമസ് കോട്ടയ്ക്കാവ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു. പറവൂർ മാർക്കറ്റ് കാപ്പേളിൽ നിന്നും തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയും കുരുത്തോല വെഞ്ചരിച്ച് വിതരണം നടത്തുകയും ചെയ്തു. റവറൻഡ് ഡോക്ടർ ജോസ് പുതിയേടത്ത് മുഖ്യ കാർമ്മികനായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പെസഹാചരണത്തെയും പീഡാനുഭവത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും എല്ലാം അനുസ്മരിക്കുന്ന നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളായി നിൽക്കുന്ന ഈ വിശ്വാസ രഹസ്യങ്ങളെ പ്രത്യേകമായിട്ട് ധ്യാനിക്കുകയും അനുസ്മരിച്ചാചരിക്കുകയും ചെയ്യുന്ന വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ തിരുനാൾ ആചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഓശാന തിരുനാൾ നമ്മൾ ഇന്ന് ആചരിക്കുമ്പോൾ, ലോകമെങ്ങും നമ്മുടെ കർത്താവ് ജെറുസലേം നഗരിയിലേക്ക്, ദേവാലയത്തിലേക്ക് ജനങ്ങളുടെ കരഘോഷങ്ങളോടെയും ആർപ്പവിളികളോടെയും മധ്യേ എഴുന്നള്ളി വന്നതിൻ്റെ ഓർമ്മയെ ആചരിക്കുന്ന ഈ ഓശാന ഞായർ ആചരണത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും 2000 വർഷത്തിനപ്പുറത്ത് യേശുവിനെ സന്തോഷത്തോടുകൂടി ആർപ്പവിളികളോടുകൂടി സ്വീകരിച്ച കർത്താവിൻ്റെ സ്നേഹിതരും അനുയായികളുമായ എല്ലാ ജനങ്ങളോടും ചേർന്ന് നമുക്കും ഈശോയെ സ്വീകരിക്കാം. ഒരു നിമിഷം. തുടർന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണവും ദേവാലയത്തിൽ എത്തിച്ചേർന്നതിനെ തുടർന്ന് ജെറുസലേം ദേവാലയം ശുദ്ധീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി അടഞ്ഞുകിടന്ന ദേവാലയ വാതിൽ മുട്ടിത്തുറന്ന് വിശുദ്ധ കുർബാനയും പ്രസംഗവും നടന്നു. 25-ാം തീയതി മുതൽ വൈകിട്ട് 5:30 ധ്യാനവും വിശുദ്ധ കുർബാനയും. 28 പെസഹ വ്യാഴം രാവിലെ 6:30 ദിവ്യബലിയും കാൽകഴുകൽ ശുശ്രൂഷയും ആരാധനയും. വൈകിട്ട് 7 അപ്പം മുറിക്കൽ ശുശ്രൂഷയും. 29 ദുഃഖവെള്ളി രാവിലെ 9 പീഡാനുഭവ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു. ഉച്ചയ്ക്ക് നേർച്ച സദ്യ. വൈകിട്ട് 4 പരിഹാര പ്രദർശനം കച്ചേരിപ്പടി സെൻറ് ജെർമീൻസ് പള്ളിയിലേക്ക്. രാത്രി 8 കബറടക്ക ശുശ്രൂഷ കോട്ടയ്ക്കാവ് പള്ളിയിൽ. 31-ാം തീയതി ഈസ്റ്റർ ശനിയാഴ്ച രാത്രി 11:30 ഉയർപ്പിൻ്റെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു. സഹവികാരി ഫാദർ സുജിത്ത് കൂവേലി, വിശുദ്ധവാര ആഘോഷ ജനറൽ കൺവീനർ ബെൻസി ചിയേടത്ത്, ജോയിൻറ്റ് കൺവീനർമാരായ ജോസ് മുട്ടൻതോട്ടിൽ, ജിജു പാലക്കൽ എന്നിവർ നേതൃത്വം നൽകി വരുന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.